കുന്നംകുളത്ത് പ്രധാനപ്പെട്ട ദേവാലയത്തിന് മുന്നിൽ വലിയ പ്രതിഷേധം തുടരുന്നു. ഇപ്പോഴും ഔദ്യോഗിക പക്ഷത്തെ അനുകൂലിക്കുന്ന വിഭാഗവും വിമത പക്ഷവും ഉണ്ട്. ഔദ്യോഗിക വിഭാഗം സർക്കുലർ വായിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് വിമത വിഭാഗം തടഞ്ഞു. ചില പള്ളികളിൽ വിമത വിഭാഗം സർക്കുലർ കത്തിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അങ്ങനെ അനവധി തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഡാനി ഇപ്പോൾ അവിടെ തുടരുന്നുണ്ട്. ഡാനി, എന്തെങ്കിലും പരിഹാര ശ്രമങ്ങൾ, തർക്കത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പുറകോട്ട് പോക്ക് അല്ലെങ്കിൽ സംഘർഷത്തിലൊരു അയവ് ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞതുപോലെ ഈ സർക്കുലർ നടപ്പാക്കുക, അത് വായിക്കുക എന്നത് ഔദ്യോഗിക വിഭാഗത്തിന്റെ വാശിയാണ്. അതില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കുലർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന്, വിശ്വാസികളാണല്ലോ എല്ലാം, ഇവരെ യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ വിജയം കാണാൻ സാധ്യതയുണ്ടോ? അനുരഞ്ജനത്തിന്റെ ഒരു ചർച്ച, ആ രീതിയിലുള്ള നടപടികൾ, അതിലേക്ക് കാര്യമായുള്ളൊരു വാതിലുകൾ ഇനി അവശേഷിക്കുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഇനി സഭയ്ക്ക് അനുരൂപമാകുക എന്ന രീതിയിൽ മാത്രമാണ് ഔദ്യോഗിക പക്ഷത്തെ ഒരു നിലപാടുകൾ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക്, അതായത് ചർച്ചകളുടെ ഒരിടം എന്ന് പറയുന്നത് സഭയ്ക്ക് വിധേയപ്പെടുക എന്ന രീതിയിൽ തന്നെയാണ് ഔദ്യോഗിക പക്ഷം അതിൻ്റെ ഒരു നിലപാടുകളടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മറ്റ് രീതിയിലേക്ക് ഇനി അവശേഷിക്കുന്നില്ല എന്ന സൂചനകളെല്ലാം തന്നെ വന്നിരിക്കുന്നു. കാരണം ഇതിൽ സിറോ മലബാർ സഭയിൽ പലതവണ ഇതിൽ ഇടപെടലുകൾ, കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ഉണ്ടായ ഒരു സമരവും കാര്യങ്ങളുമെല്ലാം തന്നെ അതിലേക്ക് വരുമ്പോൾ ഇന്നുണ്ടായതും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ ഒരു ഇടപെടൽ തന്നെയായിരുന്നു. കാരണം ഏതെങ്കിലും രീതിയിൽ ഇത് സമരസപ്പെട്ടു പോകുമോ എന്ന സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനൊരു സർക്കുലർ അടക്കം പുറപ്പെടുവിക്കുന്നത്. സർക്കുലറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, സർക്കുലർ കൃത്യമായ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് അടക്കമുള്ള കാര്യങ്ങളാണ് തീരുമാനിച്ചത്. പക്ഷേ അതിൽ വലിയ രീതിയിലുള്ളൊരു എതിർപ്പ് അടക്കം നേരിടേണ്ടി വന്നു. തുടക്കത്തിൽ തന്നെയും അത് ഈ സർക്കുലറിന്റെ വായിക്കാനുള്ള ഒരു തീയതി അടക്കം നിശ്ചയിച്ചു. പക്ഷേ കടുത്ത എതിർപ്പ് തന്നെയാണ് അതിനെ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുള്ളത്. ജൂലൈ 3 എന്നൊരു ഡെഡ്ലൈൻ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സമയം അതിൽ ഇനി അങ്ങോട്ട് ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തീരുമാനിക്കുന്നു. ഈ കൂദാശകളടക്കമുള്ളൊരു കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വൈദികർക്കടക്കം ഒരു വിഷയങ്ങൾ ഇനി ഉണ്ടാകുമെന്ന് പറയും. നമുക്കൊപ്പം വിശ്വാസികൾ ചേരുന്നുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ സർക്കുലർ, അതിനെതിരെ ഒരു ശക്തമായ രീതിയിലുള്ളൊരു നിലപാട്, ആ രീതിയിലാണോ കാണുന്നത്? ഈ സർക്കുലർ വായിച്ചതൊക്കെ ഇന്ന് ഒരു ആസൂത്രണമായ കാര്യമാണ്. ഇത് ഇവര് എടപ്പള്ളി പള്ളിയുടെ യോജിപ്പും ഐക്യവും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇവര് സർക്കുലർ നേരത്തെ സിനഡിന് മുമ്പ് ലീക്ക് ചെയ്യാൻ കാരണവും അത് തന്നെയാണ്. ഇതിവിടെ ഈ റോട്ടിൽ വായിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് മാർപ്പാപ്പേനെ കൊച്ചാക്കാന്നുള്ള ഒരു പരിപാടിയാണ് അവർ ചെയ്യുന്നത്. അവർക്കത് മനസ്സിലാവണില്ല. അവർക്ക് ഇവിടെ ഒരു പ്രകടനം നടത്തുക, ഇവിടുത്തെ യോജിപ്പ് തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് നമ്മൾ അലോയിലെ എടപ്പള്ളി പള്ളിയിൽ 2 വിഭാഗക്കാരും ഉണ്ട്. എല്ലാവരും യോജിപ്പോടുകൂടി ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. എടപ്പള്ളി പള്ളി അടച്ചുപൂട്ടാനുള്ള ഒരു രീതിയിൽ ഞങ്ങൾ സമ്മതിക്കില്ല. വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇതിൽ ജൂലൈ 3 അതിൽ കുർബാന ഏകീകരണം നടപ്പാക്കണമെന്ന് അത് സിനഡ് തീരുമാനിക്കും. ഇതിപ്പോ പോപ്പ് അവിടുന്ന് പറഞ്ഞ കാര്യമല്ലല്ലോ ഇവിടെ വരണത്. പോപ്പ് അവിടുന്ന് എന്താണോ പറഞ്ഞത് അത് ഞങ്ങളിപ്പോ ആലോചിക്കുന്ന എടപ്പള്ളിപ്പള്ളിയിൽ നിന്ന് കുറച്ച് കാശ് പിരിച്ചിട്ട് പോപ്പിനെ ഡയറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ എറണാകുളത്ത് കാണിച്ചാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നത്. കാരണം ഇവിടെ നിന്നുള്ള യഥാർത്ഥമായ കാര്യങ്ങൾ കുടുംബങ്ങൾ തമ്മിലാണ് വിഭജിച്ചു പോകുന്നത്. ഈ പേരും പറഞ്ഞ് ഈ പള്ളികൾ മുഴുവനും പൂട്ടിയിട്ട് ഈ വിശ്വാസികൾക്ക് എവിടെ പോയി അവരുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കും? ഇതെല്ലാം ഓൺലൈനിൽ കാണാനാണോ ഇനി മെത്രാന്മാര് തീരുമാനിക്കുന്നത്? അപ്പൊ യോജിച്ച് ഉചിതമായ ഒരു തീരുമാനം മെത്രാന്മാർ എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ രീതിയിൽ, കാരണം പള്ളിക്കകത്ത് ഉണ്ടാകുന്ന ഒരു വിഷയങ്ങൾ, അതിൽ കുർബാന ഏകീകരണ സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകുന്ന തർക്കങ്ങൾ, ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും തന്നെയും ഈ തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകുക എന്ന് ആഗ്രഹിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളടക്കം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ സഭയുടെ ഒരു ഔദ്യോഗിക നിലപാട്, കാര്യങ്ങൾ, അതിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ഇനി ഇതിൽ സ്വീകരിക്കുക? പ്രത്യേകിച്ച് ജൂലൈ 3 അതിനുശേഷമുള്ള തീയതികളിൽ സഭയിൽ നടക്കുന്ന ഈ കുദാശകൾ അടക്കമുള്ള കാര്യങ്ങളിൽ
കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അല്ലാത്ത പക്ഷം, അത് അംഗീകരിക്കാത്ത പക്ഷം അതിൽ നടപടികൾ ഉണ്ടാകുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയിലേക്കാകുമെന്നൊരു സംശയമില്ല. നമ്മൾ ഈ കാണുന്ന ഈ പോലീസ് സേനാംഗങ്ങൾ ഇവരെല്ലാവരും പലപ്പോഴായി ഈ പള്ളിക്ക് മുന്നിലും കാര്യങ്ങളിലും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഇതുപോലെ തന്നെ പള്ളിക്ക് മുന്നിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ ജൂലൈ 4-ന് ശേഷം അതൊരു ക്രമസമാധാന പ്രശ്നമായി മാറുമോ ഇത്തരം പ്രതിഷേധങ്ങൾ എന്നതും വളരെ ആശങ്കയാണ് ഉണർത്തുന്നത്. രഞ്ജിത്ത്, ഇപ്പോഴും അവിടെ തർക്കം തുടരുകയാണ്. ഒരു ക്രമസമാധാന പ്രശ്നമെന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഒരു വിഭാഗം ഇത്തരത്തിൽ സർക്കുലർ വായിക്കാൻ ശ്രമിക്കുന്നു, ഔദ്യോഗിക വിഭാഗം, മറുവിഭാഗം തടയുന്നു. പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ട് അന്വേഷിച്ച് ശ്രമിക്കുന്നു. പക്ഷേ ഒരു തരത്തിലും അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോഴും തർക്കം അവിടെ തുടരുകയാണ്.